ഒരു മണ്ഡലത്തിലെങ്കിലും താമര വിരിയിക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ് ബി. അതിനിടയ്ക്കാണ് ബി.ജെ.പിക്ക് തലവേദനയായി മുൻ DGP ആർ ശ്രീലേഖ പുതിയ വിവാദം സൃഷ്ടിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്റ്റാറായ വ്യക്തിയാണ് ശ്രീലേഖ. മോദിക്കൊപ്പം വിരുന്നിൽ പങ്കെടുക്കാൻ ബി.ജെ.പി കൗൺസിലർമാരുടെ സംഘം ഡൽഹിയിലേക്ക് പോകാനിരിക്കെ ശ്രീലേഖ ക്ഷണം നിരസിച്ചതാണ് ബി.ജെ.പിക്കുള്ളിൽ പുകയുന്ന പുതിയ ചർച്ച. തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി കൗൺസിലർമാർ ഇന്ന് ഉച്ചയ്ക്ക് 12:30 കേരള എക്സ്പ്രസിലാണ് ഡൽഹിക്ക് യാത്ര നിശ്ചയിച്ചിരുന്നത്. കൗൺസിലർമാരും മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അധ്യക്ഷന്മാരും സംഘത്തിലുണ്ടാകും. ഈ മാസം 12-നാണ് പ്രധാനമന്ത്രി ജനപ്രതിനിധികൾക്ക് വിരുന്നൊരുക്കുന്നത്. കേരള എക്സ്പ്രസിൽ യാത്ര പുറപ്പെടുന്ന സംഘത്തിന് ട്രെയിൻ കടന്നുപോകുന്ന സംസ്ഥാനങ്ങളിൽ സ്വീകരണം നൽകാനായിരുന്നു പദ്ധതി. ശ്രീലേഖ ക്ഷണം നിരസിക്കാനുള്ള കാരണം പറഞ്ഞത് വിചിത്രമാണ്. 3 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് ശ്രീലേഖ പറയുന്നത്. പ്രധാനമന്ത്രി വിരുന്ന് ഒരുക്കുന്ന ദിവസം ഡൽഹിയിൽ വിമാനത്തിലെത്തുമെന്നാണ് വിവരം. MR ഗോപനും ശ്രീലേഖയും അമ്മമാർക്ക് അസുഖമായതിനാൽ യാത്രയിൽ പങ്കെടുക്കാനുള്ള അസൗകര്യം അറിയിച്ചിരുന്നുവെന്നാണ് ബി.ജെ.പി നേതൃത്വം പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് മേയറുടെയും കൗൺസിലർമാരുടെയും ഡൽഹി യാത്ര. നഗരത്തിന്റെ പ്രാഥമിക വികസന രേഖ ഇതിനോടകം തന്നെ പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടെന്നും വാർഡ് സഭകൾ പൂർത്തിയാകുന്നതോടെ കൂടുതൽ വിശദമായ വികസന രേഖ സമർപ്പിക്കുമെന്നും മേയർ വി രാജേഷ് അറിയിക്കുന്നുണ്ട്. തലസ്ഥാന നഗരിയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള പിന്തുണ ഉറപ്പാക്കുകയാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് ബി.ജെ.പി നേതാക്കളുടെ അവകാശവാദം. സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ പുരോഗതിയും പുതിയ അടിസ്ഥാന സൗകര്യ വികസന ആവശ്യങ്ങളും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മേയർ അറിയിക്കുന്നുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി ബി.ജെ.പി ഡൽഹി യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ആർ ശ്രീലേഖ പിണങ്ങി നിൽക്കുകയാണ്. മേയർ സ്ഥാനം നൽകാത്തതിലെ പരിഭവം ശ്രീലേഖ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചതാണ്. പിന്നീടുണ്ടായ ആഗ്രഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ A ക്ലാസ് മണ്ഡലങ്ങളായ നേമത്തോ വട്ടിയൂർക്കാവിലോ മത്സരിക്കുക എന്നതായിരുന്നു. എന്നാൽ ബി.ജെ.പിയിലെ തിരുവനന്തപുരത്തെ പ്രമുഖരെ തഴഞ്ഞ് ആർ ശ്രീലേഖയ്ക്ക് സീറ്റ് നൽകാൻ ബി.ജെ.പി ശ്രമിക്കില്ലെന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ആർ ശ്രീലേഖയെ തണുപ്പിക്കാനോ സമവായത്തിലെത്താനോ ബി.ജെ.പിക്ക് കഴിയുന്നില്ലെന്നാണ് വാസ്തവം.